ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററിയുടെ അഡീഷണൽ ടെക്സ്റ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ, ദറ്റ് ഈസ് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്, മനുഷ്യൻ്റെ ഉത്ഭവം. ആ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്ലേസ് ഓഫ് ഒറിജിൻ എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചു തുടങ്ങിയതും. ദെൻ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യൻ എവിടെയാണ് ഉത്ഭവിച്ചത്, ഏത് സ്ഥലത്താണ് ആക്ച്വലി ആദ്യമായിട്ട് മനുഷ്യൻ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മനുഷ്യൻ എവിടെ ഉത്ഭവിച്ചു എന്നതിനെ ആസ്പദമാക്കിയിട്ട് രണ്ട് തിയറീസാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. മെയിൻലി എത്ര തിയറീസ് ഉണ്ട്? രണ്ട് തിയറീസ് നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് റിപ്ലേസ്മെൻറ്റ് മോഡൽ, ദെൻ രണ്ട് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലുമാണ്. ക്ലിയർ ആയോ? ഓക്കെ, റിപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും. ഓക്കെ, അപ്പോൾ ഈ റിപ്ലേസ്മെൻറ്റ് മോഡൽ എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പഠിക്കാം. റിപ്ലേസ്മെൻറ്റ് മോഡൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക, തിയറിയാണ്, മനസ്സിലാക്കി എളുപ്പമായിട്ട് പഠിക്കാം. റിപ്ലേസ്മെൻറ്റ് മോഡലിൻ്റെ വക്താക്കൾ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്മാരെല്ലാവരും ആക്ച്വലി ആഫ്രിക്ക എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലത്താണ് ആദ്യമായി ഉത്ഭവിച്ചത്. മനസ്സിലായോ? ലോകത്തിൻ്റെ വേറെ ഒരു ഭാഗത്തും അല്ല, പല സ്ഥലങ്ങളിലൊന്നുമല്ല, ഒരൊറ്റ സ്ഥലം, ഒരു സിംഗിൾ പ്ലേസ് ഓഫ് ഒറിജിനെ മനുഷ്യനുള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ആഫ്രിക്ക. ആഫ്രിക്ക എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലത്താണ്, അല്ലെങ്കിൽ ഒറ്റ പ്രദേശത്താണ് നമ്മുടെ മനുഷ്യന്മാർ ആദ്യമായിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും, അപ്പോൾ ഇന്ന് ആഫ്രിക്കയിൽ മാത്രമല്ലല്ലോ, മറ്റ് പലയിടത്തും മനുഷ്യന്മാരുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടായെന്നുള്ളത് നേരാണ്. പക്ഷേ എന്നിട്ട് അവിടെ നിന്ന് മനുഷ്യർ പല സ്ഥലങ്ങളിലോട്ട്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലോട്ട് ട്രാൻസ്ഫറായി പോയി, മീൻസ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് പോയി, മൂവ് ചെയ്ത് പോയി എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ റിപ്ലേസ്മെൻറ്റ് മോഡൽ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്ലേസിലാണ് നമ്മുടെ മനുഷ്യന്മാർ ജനിച്ചത്, അവിടെയാണ് ആദ്യമായിട്ട് മനുഷ്യൻ ഉത്ഭവിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് പല ഭാഗങ്ങളിലോട്ട് അവർ മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ എന്ത് പറയുന്നത്? റിപ്ലേസ്മെൻറ്റ് മോഡൽ പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു തിയറി ഒരാൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ തെളിയിക്കണം, എങ്കിലല്ലേ അത് ആൾക്കാരെല്ലാവരും അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു തിയറീനെ പ്രൂവ് ചെയ്യാൻ പറയുന്നൊരു കാര്യമാണ് അനാറ്റോമിക്കൽ ഹോമോജീനിറ്റി എന്ന് പറയുന്നത്. എന്താണ് അനാറ്റോമിക്കൽ ഹോമോജീനിറ്റി എന്ന് പറയുന്നത്? അതായത് നമ്മുടെ മനുഷ്യന്മാരിൽ ഇന്ന് കാണുന്ന എന്താണ് അനാറ്റോമിക്കലി പരമായിട്ട് നമ്മൾ കാണുന്ന സാമ്യത. ഇപ്പം നമ്മുടെ ബോഡി സ്ട്രക്ചറൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും സിമിലർ ആയിട്ടല്ലേ നമുക്ക് ഇരിക്കുന്നുണ്ടാവുക, അല്ലേ? അപ്പോൾ ഈ ഒരു സാമ്യം, അല്ലേ, ഈ ഒരു സാമ്യത എന്ന് പറയുന്നത് ഇതിൻ്റെ തെളിവായിട്ടാണ് അവർ പറയുന്നത്. ഈ ഒരു സാമ്യതയുള്ളത് എന്തുകൊണ്ടാണ്? മനുഷ്യന്മാരെല്ലാം ഒരൊറ്റ സ്ഥലത്ത് ജനിച്ചത് കൊണ്ടാണ്, ഉത്ഭവിച്ചത് കൊണ്ടാണ് ഇന്നും ഈ അനാറ്റോമിക്കൽ ഹോമോജീനിറ്റി എല്ലാ മനുഷ്യരിലും കാണുന്നത് എന്നാണ് റിപ്ലേസ്മെൻറ്റ് മോഡൽ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, പക്ഷേ നമുക്കറിയാമെന്നുള്ള കാര്യമാണ്, നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ ഒത്തിരി വ്യത്യാസമുണ്ട്, അല്ലേ? ഇപ്പോൾ എന്നെപ്പോലെ ആയിരിക്കില്ല ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ഫിസിക്കലി നമ്മൾ കാണുമ്പോൾ, അല്ലേ, വളരെയധികം വ്യത്യാസമാണ്. നമ്മുടെ മുഖഭാവമായാലും മുഖമായാലും എല്ലാ ഓർഗൻസും എല്ലാം വ്യത്യാസമാണ്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ റിപ്ലേസ്മെൻറ്റ് മോഡലിലെ വക്താക്കൾ അവിടെ ഒരു ന്യായം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഇന്ന് ഇങ്ങനെ ഫിസിക്കൽ അപ്പിയറൻസിൽ വ്യത്യാസമുണ്ട്, കാരണം ഈ മനുഷ്യന്മാർ പല ഭാഗത്തുമാണല്ലോ പോയത്. ഈ പല ലോകത്തിൻ്റെ പല ഭാഗത്തും പോയപ്പോൾ അവിടെ ഉണ്ടായ അഡാപ്റ്റേഷൻ്റെ ഫലമായിട്ടാണ് അവിടെ, മീൻസ് പല ഭാഗങ്ങളിൽ പോകുമ്പോൾ ഓരോ ഭാഗങ്ങൾക്കും എന്താ പറയുക, ഓരോ സ്ഥലത്തിനും പ്രത്യേകത ഉണ്ടല്ലോ. ആ അഡാപ്റ്റേഷൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു വ്യത്യസ്തതയൊക്കെ മനുഷ്യന്മാരുടെ ഇടയിൽ ഫിസിക്കലി വന്നിട്ടുള്ള വ്യത്യസ്തതയ്ക്കുള്ള കാരണമായിട്ട് പറയുന്നത് അഡാപ്റ്റേഷൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലായിട്ടും 2 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു സിംഗിൾ പ്ലേസിലാണ് മനുഷ്യൻ ജനിച്ചത്, ഉത്ഭവിച്ചത്. അവിടെ നിന്ന് മനുഷ്യൻ പല ഭാഗങ്ങളിലോട്ടും ട്രാൻസ്ഫറായി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് റിപ്ലേസ്മെൻറ്റ് മോഡൽ പറയുന്നത്. ഓക്കെ, ഒരു സിംഗിൾ പ്ലേസ് ഓഫ് ഒറിജിനെ, ആ ഒരു വേർഡ് നിങ്ങൾ എന്താ പറയുക, കുറിച്ചിട്ടോണേ, സിംഗിൾ പ്ലേസ് ഓഫ് ഒറിജിനെ മനുഷ്യൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന തിയറിയാണ് ഇത് റിപ്ലേസ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ തിയറി പഠിക്കാം. അത് കുറച്ചേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ഏതായിരുന്നു അത്? റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ എന്ന് പറയുന്ന ഒരു തിയറിയാണ് ഇത്. അതെ, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ. അപ്പോൾ ഇതിൻ്റെ വക്താക്കൾ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യന്മാർ നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്. മനുഷ്യന്മാർ ഒരൊറ്റ സ്ഥലത്തല്ല ജനിച്ചത്, പകരം പല ഭാഗങ്ങളിലാണ് മനുഷ്യന്മാർ ഉത്ഭവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മൾട്ടിപ്പിൾ റീജൻസ് ഓഫ് ഒറിജിൻ, ഈ ഒരു വേർഡ് ഓർത്തിരിക്കുക. അതായത് എന്താണ്, വിവിധ ഭാഗങ്ങളിലായിട്ടാണ് മനുഷ്യന്മാർ ഉത്ഭവിച്ചത് എന്നുള്ളതാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മൾട്ടിപ്പിൾ റീജൻസിലായിരുന്നു മനുഷ്യന്മാർ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ
കാണുന്ന മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലൊക്കെയുള്ള വ്യത്യാസം എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത ഭാഗത്ത് ഉത്ഭവിച്ചത് കൊണ്ടാണ് എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം നമുക്കിന്നിപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിൽ ഒത്തിരി ഡിസിമിലാരിറ്റീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒത്തിരി വ്യത്യസ്തതകളുണ്ട് അല്ലേ നമ്മുടെ മനുഷ്യന്മാർക്കിടയിൽ. ഓക്കെ, അപ്പം ഇതിനൊക്കെയുള്ള റീസൺ എന്ന് പറയുന്നത് ഈ പല ഭാഗത്ത് ഇവർ ഉത്ഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ആര് പറയുന്നത്, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിപ്ലേസ്മെൻറ്റ് മോഡൽ പറയുന്നത് എന്തായിരുന്നു, മനുഷ്യന്മാർ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ, അവർക്കൊരു സിംഗിൾ പ്ലേസ് ഓഫ് ഒറിജിനേ ഉള്ളൂ, അത് ആഫ്രിക്കയാണ്. അവിടെ നിന്ന് ജനിച്ചിട്ടാണ് പല ഭാഗങ്ങളിലോട്ട് അവർ മാറിപ്പോയത്, അത് റിപ്ലേസ്മെൻറ്റ് മോഡൽ. രണ്ടാമത് പറഞ്ഞ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, മൾട്ടിപ്പിൾ റീജൻസ് ഓഫ് ഒറിജിനാണ് എന്ന് പറയുമ്പോൾ എന്താണ്, വിവിധ ഭാഗത്ത് ജനിച്ചവരാണ് എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് ഈ രണ്ട് തിയറീസും ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് 2 മാർക്ക് 4 മാർക്കിലൊക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായിട്ടിത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സിമ്പിൾ അല്ലേ? ഓക്കെ, ആ ഒരു വേർഡ്സ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. റിപ്ലേസ്മെൻറ്റ് മോഡൽ ആകുമ്പോൾ സിംഗിൾ പ്ലേസ് ഓഫ് ഒറിജിൻ ആണ്, ദെൻ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ ആകുമ്പോൾ എന്താണ്, മൾട്ടിപ്പിൾ റീജൻസ് ഓഫ് ഒറിജിൻ ആണ്. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.